ഒരു മന്ത്രിസഭ പെട്ടെന്ന് മാറി വന്നാൽ സാവധാനത്തിലാണ് പോലീസുകാരെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റി മറിച്ച് ഒക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ കേരളത്തിലെ DGP അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ പലരും ആലോചിച്ചിരുന്നു, ഇതെന്താണ് ഇത്രയും ക്രൂരമായ ഒരു പ്രവർത്തനം എന്ന് ചിലരൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ആ തീരുമാനം ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നു എന്ന് പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ ആളായിട്ട് അയാളെ പൊന്തിച്ചു കൊണ്ടുവന്ന് എല്ലാവരും കൂടി ചാനലിലും എവിടെ ഇവിടെയും കൊണ്ടുവന്ന് ഉയർത്താനല്ല ഞാൻ പറയുന്നത്. അതങ്ങനെ മുണ്ടാതങ്ങട്ട് പോകേണ്ട ഒരു സാധനമാണ്. എന്നാലും മുൻ DGP ആയിരുന്ന സെൻകുമാർ ഇപ്പോൾ മുസ്ലിംകളുടെയും അമുസ്ലിംകളുടെയും എണ്ണം പരിശോധിച്ച് തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള എണ്ണത്തിന്റെ കണക്ക് കൂട്ടലിന് തിരക്കിലാണ്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിംകൾ വലിയ ശതമാനമുണ്ട്, അതിങ്ങനെ ജനിച്ച് വളർന്നു വരികയാണ്, ക്രിസ്ത്യാനികളും കേവലം മോശമല്ലാത്ത വിധത്തിൽ വളർന്നു വരുന്നു, ഈ രണ്ട് ന്യൂനപക്ഷങ്ങൾ കൂടി ചേർന്നാൽ ഇവിടെ ഹിന്ദുക്കൾ ചോട്ടിലായി പോവും, അതുകൊണ്ട് ഹൈന്ദവരെ അടിച്ചമർത്തപ്പെടും. ഇത് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വരെ വരാൻ പാടില്ലാത്ത ഏറ്റവും ഹീനമായ ഒരഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. മാത്രമല്ല, മുസ്ലിമീങ്ങളെ കൂട്ടത്തിലും ചിലര് നല്ലവരുണ്ട്. മൂപ്പരെ ഒരു ഒപ്പ്, അയാളെ ഒപ്പില്ലെങ്കിൽ ഇവിടെ ആരും നല്ല മുസ്ലിം ഉണ്ടാവില്ലേ? ഒരു ഒപ്പ്, അത് ഞങ്ങൾക്കറിയാം ആരെപ്പറ്റിയാണ് ആ ഒപ്പ് വെച്ചത്. ആകെ രണ്ടാളെ പറ്റിയാണ്. കേരളത്തിലുള്ള രണ്ട് വ്യക്തികളുണ്ട്. മുസ്ലിമീങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെതിര് പറയുന്ന മുസ്ലിം പേരിലുള്ള ചില വ്യക്തി. ആ വ്യക്തികളെയാണ് അയാളെ പറഞ്ഞിട്ടുള്ള നല്ല മുസ്ലിം. ഏതായാലും ഞാൻ അവരെയും പേര് പറയുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥാവിശേഷം ഇവിടെ തുടർന്നു വരാൻ പാടില്ല. ഗവൺമെന്റ് ഇനിയും ഇത്തരം ആളുകളെ ശ്രദ്ധിക്കുമെന്നും അങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വരാതിരിക്കാൻ വേണ്ടത് ചെയ്യുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ പറയുന്നത്, ഇവിടെ ഹൈന്ദവരാണോ ക്രൈസ്തവരാണോ മുസ്ലിംകളാണോ എണ്ണം കൂടുന്നത് എന്ന് നോക്കി ഈ എണ്ണത്തിന്റെ വലിപ്പം അനുസരിച്ച് ഇവിടെ ഒരു യുദ്ധം നടത്താൻ അല്ല നാം ശ്രമിക്കുന്നത്. നാം ശ്രമിക്കുന്നത് ഓരോ മതങ്ങളും അവരുടേതായ മതം പഠിക്കുകയും പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണുക. അങ്ങനെ ഒരു വിഭാഗം ആണ് ഇവിടെ വളർന്നു വരേണ്ടത്. നാം ഈ മഹത്തായ തത്വം വെച്ചുകൊണ്ട് കേരള യാത്ര 2 പ്രാവശ്യം നടത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. കൂടാതെ കർണാടക യാത്രയും നടത്തുകയുണ്ടായി. ഇവിടെയെല്ലാം ഞങ്ങളുടെ ലക്ഷ്യം മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതോടൊപ്പം മറ്റ് മതസ്ഥർ അവരുടെ ആചാരങ്ങൾ നിർവഹിക്കുന്നതിനോട് കൂടി അതെല്ലാം മറന്നുകൊണ്ട് മനുഷ്യൻ എന്ന ഒറ്റ ശബ്ദം അതിവിടെ നിലനിൽക്കണം. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഭീകരതയും തീവ്രവാദവും വളർന്ന് വന്നുകൂടാ. ഏറ്റവും കടുത്ത ഭീകരവാദി ആരാണെന്ന്
ചോദിച്ചാൽ കണ്ണും ചെമ്പി മറുപടി പറയാൻ സാധിക്കും. ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദികൾ, തീവ്രവാദികൾ ഇസ്രായേലാണ് എന്ന് സംശയമല്ല. ഈ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചിട്ട് ഇസ്രായേലും നമ്മളെ ഇന്ത്യയും കൂടി പറയാണ് നമ്മൾ തീവ്രവാദത്തിനെതിരാണ്. ഈ പറയുന്നതിന് അതിനും ഒരർത്ഥമല്ല. നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണെന്ന് പറയുന്നതാര്? ലോകത്ത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും വലിയവരോട് ചോദിച്ചാലും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുന്നു ലോകത്ത് 1 നമ്പർ ഭീകരവാദികൾ ഇസ്രായേലാണ് എന്ന്. ഈ ഇസ്രായേലിന് ഇവിടെ തീവ്രവാദത്തിനെതിരെ, ഭീകരതക്കെതിരെ പ്രവർത്തിക്കും എന്ന് പറയാൻ ഒരിക്കലും അധികാരവും അവകാശവും ഇല്ല എന്നത് ഒരു സത്യമാണ്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി മറന്നുപോയോ നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാനല്ല നാം ഇവിടെ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും എല്ലാം നല്ല നിലയിൽ പഠിപ്പിച്ച് സാമുദായിക സൗഹൃദം നിലനിർത്തി യഥാർത്ഥ ഭീകരതയില്ലാത്ത, തീവ്രതയില്ലാത്ത വിഭാഗമായി ഈ നാട്ടിൽ ജനങ്ങൾ വളർന്നു വരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ അവറുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, മന്ത്രിസ്ഥാനം കയ്യിലില്ലെങ്കിലും എല്ലാ മന്ത്രിമാരെയും നിയന്ത്രിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നേടിത്തരാൻ വേണ്ടി നിങ്ങൾ ഗവൺമെന്റിനോട് ശുപാർശ പറയുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇനി എപ്പോഴും യഥാർത്ഥമായ ഒരവസ്ഥ ഉണ്ടാക്കുന്നതിന്, തീവ്രവാദവും ഭീകരതയും ഇല്ലാതെയാക്കാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾ ചെയ്യുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയ ബഹുമാനപ്പെട്ട സ്പീക്കർ അവർക്ക് എന്റെ കൃതജ്ഞത അറിയിച്ച്, എല്ലാവരുടെയും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുക.